നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുത്രനായ ദൈവത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ആ ദൈവത്തിൻ്റെ വലിയ കരുണ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോഴും കർത്താവ് കൂടുതലായി പരിശ്രമിച്ചതും പിതാവായ ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട് തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവരെ കുപ്പായം കൂടി എടുക്കുന്നതെന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. സ്നേഹമുള്ളവരെ, കർത്താവ് ഇന്ന് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുക തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ ദ്രോഹിക്കുകയാണെങ്കിൽ എങ്ങനെയും ആ വ്യക്തിയുടെ നാശമാണ് നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ആ ഒരു ആവശ്യം നമ്മൾ ഉന്നയിക്കാറുണ്ട്. കർത്താവേ, ഇന്ന വ്യക്തിയുടെ നാശം എനിക്ക് കാണണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ഇന്നത് സംഭവിക്കണം. അത് കണ്ടിട്ടേ എനിക്ക് മരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പല രീതിയിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്ര വലിയ തെറ്റാണ് ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ വരുത്തുന്നത് എന്ന് പലപ്പോഴും തിരിച്ചറിയാറില്ല. കർത്താവ് നമ്മോട് പറയുന്നത് പരസ്പരം സ്നേഹിക്കുവാനാണ്. തൻ്റെ ജീവിതത്തിലൂടെയും കർത്താവ് കാണിച്ചു തന്നതും അതുതന്നെയാണ്. അതേസമയം കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ശത്രുക്കളെ സ്നേഹിക്കുവാൻ ആദ്യം നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? പിതാവായ ദൈവം തന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു കിട്ടിയിട്ടും വീണ്ടും വീണ്ടും കർത്താവിനെതിരെ പിറുപിടുത്ത ഇസ്രായേൽ ജനതയോട് പിതാവായ ദൈവം എപ്രകാരമാണ് പെരുമാറിയത്? ഓരോ തവണയും ഓരോ പ്രവാചകന്മാരെ അവരുടെ ഇടയിലേക്ക് അയക്കുകയും അവരെ നേർവഴിക്ക് നയിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടും വീണ്ടും വീണ്ടും അകന്നു പോകുന്ന ഒരു ജനതയായിരുന്നു ഇസ്രായേൽ ജനത. അവസാനം അവരെ കൂടി തൻ്റെ ഗണത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാനാണ് തൻ്റെ പുത്രനായ ദൈവത്തെ ഈ ലോകത്തിലേക്ക് അവിടെ നയിക്കുക. തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ആ പിതാവിനുണ്ടായിരുന്ന ഒരു ആഗ്രഹം ഇവനിലൂടെ എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ളതായിരുന്നു. തൻ്റെ പുത്രനിലൂടെ എല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരണം. ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് പിതാവായ ദൈവം അയച്ചത്. പുത്രനായ ദൈവത്തിനും തൻ്റെ ദൗത്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിലൂടെ ആ പിതാവിൻ്റെ ദൗത്യം നിറവേറ്റുവാനാണ് അവിടുന്ന് പരിശ്രമിച്ചത്. തൻ്റെ പ്രബോധനങ്ങളിലെല്ലാം ഒരിക്കലും മറ്റുള്ളവരെ ശത്രുവായി കാണണം എന്ന്
ഒരിക്കലും അവിടുന്ന് പഠിപ്പിച്ചില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കിയെടുക്കുമ്പോഴും അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നതും അതുതന്നെയാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗത്ത് തൻ്റെ ശിഷ്യന്മാരോട് വളരെ മനോഹരമായി എങ്ങനെയാണ് എല്ലാവരെയും തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചേർത്ത് പിടിക്കേണ്ടത് എന്ന് അവൻ കാണിച്ചു കൊടുത്തത്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ അവർ എന്താണോ നമുക്ക് നൽകുന്നത് അതിനനുസരിച്ചല്ല സ്നേഹിക്കേണ്ടത്. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇരട്ടി അനുഭവം ഉണ്ടാവുക. നമ്മളും പ്രതീക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ പാപികളും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് കർത്താവ് നമ്മോട് ചോദിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാതെ ഇത് എൻ്റെ കടമയാണ് എന്ന തിരിച്ചറിവിൽ നാം ഓരോരുത്തരും ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. നമ്മളത് മറ്റുള്ളവരോട് ദയ കാണിക്കണമെന്ന് കർത്താവ് പറയുമ്പോൾ ആ ദയ എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. പലപ്പോഴും തെറ്റായ ഒരു മനസ്സിലാക്കലാണ് ദയയെക്കുറിച്ച് നമുക്കുണ്ടാവുക. മറ്റുള്ളവർക്ക് അർഹമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യുക, അതാണ് ദയ എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. അവനെന്താണോ അർഹമായിട്ടുള്ളത് അത് ചെയ്തു കൊടുക്കുക. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദയ എന്ന് പറയുന്ന വാക്കിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. മറ്റുള്ള ഒരാൾക്ക് അർഹതപ്പെട്ടതിനേക്കാൾ ഉപരിയായി ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമുക്ക് ദയ എന്ന് പറയുവാൻ സാധിക്കുക. ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായി പിതാവായ ദൈവം ആ വ്യക്തിയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, പിതാവായ ദൈവത്തിന് എന്താണ് ആ വ്യക്തിക്ക് നൽകാനുള്ളത്, അത് ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ അവിടെ നമ്മൾ ആ വ്യക്തിക്ക് ദയ കൊടുത്തു എന്നാണ്. പ്രിയമുള്ളവരെ, അത് മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അവൻ്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് അവന് പ്രതിഫലം ലഭിച്ചു, അല്ലെങ്കിൽ അവൻ എന്താണോ ചെയ്തത് അതിന് അവന് കിട്ടി. ആ ഒരു രീതിയിലാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിലയിരുത്താറുള്ളത്. എന്നാൽ പിതാവായ ദൈവം എപ്രകാരമാണ് ഒരു വ്യക്തിയെ നോക്കിക്കാണുന്നത് എന്നാണ് ഇന്നത്തെ ഈ ഒരു വായനയിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരിക. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ കർത്താവ് നമ്മോട് പറയുന്നത് എന്താണ്? മറ്റുള്ളവർ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. അത് കർത്താവ് നൽകുന്ന ഒരു വാഗ്ദാനമാണ്. മറ്റുള്ളവരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കുള്ള പ്രതിഫലം ഈ ലോകത്തല്ല, മറിച്ച് കർത്താവിൻ്റെ സന്നിധിയിലാണ് എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരിക. മറ്റുള്ളവരുടെ ഒരു നന്മയും ആഗ്രഹിച്ചുകൊണ്ട് അവരിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുക. മറ്റുള്ളവർ നിർബന്ധിച്ചതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് യാതൊരു മേന്മയുമില്ല എന്ന് തിരിച്ചറിയുക. അത് മറ്റുള്ളവരെ ശല്യം ഇല്ലാതാക്കുവാൻ വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തു എന്നേ ഉള്ളൂ. അതേസമയം എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ സ്നേഹം നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കുവാൻ സാധിക്കുക. അത് ചെയ്തു കൊടുക്കുമ്പോൾ ആ വ്യക്തികൾക്കുണ്ടാകുന്ന സന്തോഷം അവിടെയാണ് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ് ഇപ്രകാരമായിരുന്നു. രത്തൻ ടാറ്റയോട് ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട്, അങ്ങ് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചത് എപ്പോഴാണെന്ന്. അദ്ദേഹം പറയുന്ന മറുപടി ഇപ്രകാരമായിരുന്നു: ആദ്യമേ എനിക്ക് സന്തോഷം പകരും എന്ന് കരുതിയത് ഒത്തിരിയേറെ സമ്പാദ്യം ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോഴാണ്. ഞാൻ ഒത്തിരിയേറെ സമ്പാദിച്ചു, എനിക്ക് ഒത്തിരിയേറെ വരുമാനമുണ്ടായി, അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സമ്പന്നനായിട്ട് മാറുവാൻ എനിക്ക് സാധിച്ചു. പക്ഷേ ഞാൻ ആഗ്രഹിച്ച സന്തോഷം എനിക്കൊരിക്കലും നേടുവാൻ സാധിച്ചില്ല. പിന്നീട് പല ബിസിനസ്സുകളിലേക്കും ഞാൻ കടന്നു വന്നു. അവിടെയും എനിക്ക് ഒത്തിരിയേറെ വിജയങ്ങൾ ലഭിച്ചു. പക്ഷേ അവിടെയും ഞാൻ വിചാരിച്ച സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൂട്ടി, അതൊന്നും എനിക്ക് സന്തോഷകരമായി മാറിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ യഥാർത്ഥ സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചത് ഒരു വ്യക്തി എന്നോട് കടന്നു വന്ന് ചോദിച്ചു, സാറിന് സാധിക്കുമെങ്കിൽ ഒരു 200 കുട്ടികൾക്ക്, പ്രത്യേകിച്ച് അംഗവൈകല്യമുള്ള കുട്ടികൾക്ക് വീൽ ചെയർ മേടിച്ചു കൊടുക്കുവാൻ സാധിക്കുമോ? അതിനുള്ള ഏർപ്പാടുകളെല്ലാം വരുത്തിയപ്പോൾ
ആ വ്യക്തി അദ്ദേഹത്തോട് വീണ്ടും അഭ്യർത്ഥിച്ചു, അങ്ങ് തന്നെ ഇത് വിതരണം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ആ ഒരു ഫംഗ്ഷനിലേക്ക് രത്തൻ ടാറ്റ കടന്നു ചെല്ലുകയും അവിടെ കൂടിയ ഓരോ കുട്ടികൾക്കും വളരെ സന്തോഷവും ആ വീൽ ചെയർ അവിടുന്ന് സമ്മാനിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: അത് സ്വീകരിക്കുമ്പോൾ താൻ ആരാണെന്ന് പോലും അറിയാത്ത ആ കുട്ടികളുടെ മുഖത്തുണ്ടായ സന്തോഷം, അതാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പകർന്ന നിമിഷം. ഞാൻ ആരാണെന്ന് പോലും അറിയാതെ ആ കുട്ടികൾ എൻ്റെ കയ്യിൽ നിന്നും ആ വീൽ ചെയർ ഏറ്റുവാങ്ങുമ്പോൾ അതിൽ ഒരു കുട്ടി എന്നെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കി എൻ്റെ അടുത്തിരുന്നു. ഇനി അങ്ങേ കാണുവാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ പതിയുന്നത് വരെ ഞാൻ അങ്ങയെ നോക്കിയിരിക്കും എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി എന്ന് രത്തൻ ടാറ്റ പറയുന്നുണ്ട്. അതായിരുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കോടീശ്വരനാണ്, ഒത്തിരിയേറെ സമ്പാദ്യമുണ്ട്, എല്ലാ മേഖലയിലും വിജയം വരിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതിനേക്കാൾ മൂല്യമായി അദ്ദേഹം എടുത്തു കാണിച്ചത് മറ്റൊരു വ്യക്തിയുടെ മുഖത്ത് ഉദിച്ച ആ ഒരു പുഞ്ചിരി, ആ ഒരു സന്തോഷം. അതാണ് ആ വ്യക്തിയെ കൂടുതൽ സന്തോഷിപ്പിച്ചത് എന്നാണ്. പ്രിയമുള്ളവരെ, അതുതന്നെയല്ലേ കർത്താവും ഇന്നത്തെ ഈ വചനത്തിലൂടെ നമ്മോട് പറയുന്നത്. മറ്റുള്ളവർക്ക് അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ അവരിൽ നിന്ന് യാതൊന്നും തിരികെ കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ സഹായങ്ങളും, അതാണ് നമ്മുടെ ജീവിതത്തിലും എപ്പോഴും സന്തോഷം പകരുക. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സന്തോഷവും അതുതന്നെയായിരിക്കും. ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഇന്ന പ്രതിഫലം എനിക്ക് കിട്ടും എന്നറിഞ്ഞുകൊണ്ട് ഞാനൊരു വ്യക്തിയെ സഹായിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു സന്തോഷം നമുക്കുണ്ടാകില്ല. എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക അവൻ എപ്പോഴായിരിക്കും എനിക്ക് തിരികെ ചെയ്യുക എന്നുള്ള ചിന്തയായിരിക്കും. ഞാൻ ഈ ചെയ്തതിന് എനിക്ക് അവൻ എപ്പോഴായിരിക്കും ഒരു സമ്മാനമായി തിരികെ തരിക. ആ ഒരു ചിന്ത നമ്മളെ ഇപ്പോഴുള്ള സന്തോഷത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്ന ഒന്നാണെന്ന് തിരിച്ചറിയുക. അതേസമയം ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ നമുക്കറിയില്ലാത്തൊരു വ്യക്തിക്ക് അവൻ അർഹിച്ച ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ മുഖത്ത് ഉണ്ടാകുന്ന സന്തോഷം, പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ജീവിതത്തിലും കർത്താവ് ആഗ്രഹിക്കുക. പിതാവായ ദൈവം എപ്രകാരമാണോ മറ്റുള്ളവരോട് കരുണ കാണിച്ചത്, അതുപോലെ നമ്മളും കരുണ കാണിക്കണമെന്ന് പുത്രനായ ദൈവം നമ്മളോട് പറയുമ്പോൾ അതുതന്നെയാണ് കർത്താവും നമ്മളോട് പറയുക. മറ്റുള്ളവർക്ക് യാതൊന്നും തിരികെ പ്രതീക്ഷിക്കാതെ നീ ചെയ്തുകൊണ്ടിരിക്കുക. പിതാവായ ദൈവം ഇസ്രായേൽ ജനതയോട് ചെയ്തതും അത് തന്നെയാണ്. നമ്മുടെ സ്ഥാനത്ത് ദൈവം ഇതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് കടന്നു വന്നാൽ എപ്രകാരമായിരിക്കും ഇതുപോലെ ചെയ്യുക. ഒരുപക്ഷെ 1-2 തവണ നമ്മൾ ക്ഷമിക്കുമായിരിക്കും, 3ാമത്തെ തവണ നമ്മളുടെ മുമ്പിൽ നിന്നും അവരെ ആട്ടി ഓടിക്കും. എന്നാൽ പിതാവായ ദൈവം അങ്ങനെയല്ല ചെയ്തത്. ഓരോ തവണയും അവരോട് ക്ഷമിച്ചു, അവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും പുതിയ ആളുകളെ അവരുടെ ഇടയിലേക്ക് അയച്ചു, പ്രവാചകന്മാരെ അയച്ചു, നേതാക്കന്മാരെ അയച്ചു, അവസാനം തൻ്റെ ഏകജാതനെ തന്നെ അവരുടെ ഇടയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയാണ്? തൻ്റെ സ്വന്തമാക്കുവാൻ, തൻ്റേതാക്കി മാറ്റുവാൻ, തൻ്റെ ഒരു ജനത്തെ വാർത്തെടുക്കുവാൻ. അതേ പ്രിയമുള്ളവരെ, നമ്മളെയും കർത്താവ് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്, നമ്മളെയും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയുടെ മുഖമായിട്ട് മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. മറ്റുള്ളവരുടെ മുഖത്ത് ഉദിക്കുന്ന ഒരു പുഞ്ചിരിയായിട്ട് മാറുവാൻ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളോടെ കർത്താവ് നമ്മോട് പറഞ്ഞത് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാൻ വേണ്ടിയാണ്, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുവാൻ വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി യാതൊന്നും പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുവാനാണ്. 6-ാം അധ്യായം 31-ാം തിരുവചനത്തിലൂടെ കർത്താവ് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ
അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവേൻ. ഒരിക്കലും മറ്റുള്ളവർ നമ്മളോട് തിന്മ ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കാറില്ല. മറ്റുള്ളവർ നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്നാണ് നമ്മളും ആഗ്രഹിക്കാറുള്ളത്. അതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് നൽകും എന്ന പ്രതീക്ഷയോടെ നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.